Hello guys, I'm here the Hey Gamer. നമ്മൾ വന്നിരിക്കുന്നത് വാട്ട്സ് കമ്മിങ് ഓൺ ടുമോറോ. അപ്പോൾ നാളെ ഏത് ബാക്ക് വരുന്നുള്ള ഡൗട്ടിലാണ് എല്ലാവരും നിൽക്കണേ. എനിക്കറിയാം. അപ്പോൾ നാളത്തെ ഇതിനെക്കുറിച്ചുള്ള ഇതാണ് പറയാൻ പോണത്. അന്ന് നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് പറഞ്ഞ് തുടങ്ങാം. പ്ലെയർ ഓഫ് ദി വീക്ക് പറയുമ്പോൾ എന്താ പറയുക, ഇങ്ങനത്തെ ഷാഡോസാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പിൽ നോക്കുകയാണെങ്കിൽ വാൽവർഡേ ഉണ്ട്, പിന്നെ ക്വിച്ച കവറേജ് സ്കെയിൽ. അപ്പോൾ ഇന്നലെ എന്തായാലും റയൽ മാഡ്രിഡ് കളി ജയിച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എന്താ പറയുക, നമ്മളെ വാൽവർഡേ ഹാട്രിക് അടിച്ചില്ലേ, അതേ ഉള്ളു. എന്താ പറയുക, എന്തായാലും കുഴപ്പമില്ല. നമ്മളെ കളി ഇന്ന് രാത്രിയാട്ടോ, ബാഴ്സലോണ കളി ഇന്ന് രാത്രിയാണ്. അപ്പോൾ വാൽവർഡേൻ്റെ ഒരു കളി കാർഡ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച നടന്ന PSG കളിക്ക് ക്വിച്ച കവറേജ് സ്കെയിലാണ്. ആ ഒരു ഗോൾ വരെ ഒന്നൊരു ഗോൾ വന്നിരും. ഹെഡ്സിനൊക്കെ 100 നമുക്ക് കളി കാണാൻ പറ്റില്ല. ആ പെടാം അതിനെക്കൊണ്ട് വരുന്നുണ്ട്. പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ ഇതാ വേൾഡ് വൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുത്തൻ നോക്കുകയാണെങ്കിൽ അർദ്ധ കുള്ളറാണ് ഗൈസ്. എന്താ റയൽ മാഡ്രിഡിൻ്റെ ഒരു ലോങ് റേഞ്ച് അടിച്ചതിനുള്ളത് 70 മീറ്റർ അകലെയെന്നോ അവിടുന്ന് ഇവിടുന്നാണ് പൊട്ടിച്ചത്, ഗോളുമായി. പിന്നെ റാഫീനൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയണേ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാക്ക് നോക്കുകയാണെങ്കിൽ ഇതാ നമ്മൾ ഡെയിലി ഗെയിം ബോക്സ് ഇല്ലേ, ഡെയിലി ഗെയിം ബോക്സിലൊക്കെ എനിക്കിപ്പോൾ ഒരേ ഒരാളേ ഉള്ളൂ. ഇപ്പോൾ ഡെയിലി ഗെയിമിൽ ഒരേ ഒരാൾ, അതാരോ മറ്റേ HOD ഈ ദോക്കുവാണ്, ജെറമി ദോക്കുവാണ്. അപ്പോൾ അവിടെ റീപ്ലേസ് ചെയ്ത് കസിയാസും റോബർട്ടോ കാർലോസും വരാൻ സാധ്യതയുണ്ട്. പിന്നെ കൂടെ രണ്ടാൾ മാത്രമായിട്ട് അവരുടെ വരികയാണെങ്കിൽ വരിക, കുറച്ച് വേറെ പ്ലേയേഴ്സും വരാൻ സാധ്യതയുണ്ട്. ഹൈലൈറ്റ് കാർഡ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് വന്ന് കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ ഈ ഫുട്ബോൾക്ക് ആഡഡ് ആണ്, പക്ഷേ നമുക്ക് കൊണന്നിട്ടില്ല. ഇവാൻ റാക്കിഡിച്ച്, മൗറോ ട്രസോട്ടി, മത്തിയാസ് സമ്മർ എന്നിട്ട പേര്. എന്താ പറയുക, ഇവാൻ റാക്കിഡിച്ച് പറഞ്ഞാൽ നമ്മളെ വാസൻ്റെ കാർഡാണ് വരാൻ പോണ്, വന്നാൽ വിളിക്കും. മൗറോ ഫ്രാൻസോട്ടി, ഞാൻ ആദ്യം വായിച്ചിട്ട് ഫ്രാൻസിസ്കോ തൊട്ടിയിരുന്നു, പിന്നെ മനസ്സിലായി AC മിലാൻ്റെ കാർഡും കൂടിയാണ്. അപ്പോൾ പിന്നെ സമ്മർ, പിന്നെ ഇന്റർ മിലാനിൽ വേറൊരാൾ വരാൻ പോകുന്നുണ്ട്. ആരാണ് ഷാഡോ ആണ് കൊടുത്തിട്ടുണ്ട്, എനിക്ക് തോന്നുന്നത് വേറെ ആരില്ല, ആർണേനാണ്. ആർണേൻ വന്നാൽ എന്തായാലും പുളിക്കും വയസ്സ്, ഒന്നും പറയാനില്ല. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എനിക്കായിട്ട് തോന്നിയ ഇതാട്ടാ, ഇത് വരാൻ സാധ്യതയുണ്ട്. എനിക്ക് ഉറപ്പൊന്നുമില്ല, എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ലൊരു കളിയൊക്കെ കാഴ്ച ചെയ്യുന്ന ഒരു ഇപ്പോഴത്ത്. പക്ഷേ റാഷ്ഫോർഡൊന്നും വരാനും സാധ്യതയില്ല. നീക്കോ വില്യംസ് വരാൻ സാധ്യതയുണ്ട്, മാഗ്നറ്റിക് ഫീറ്റും ആക്സലറേഷൻ ബസ്റ്റുമായിട്ട് വരാൻ സാധ്യതയുണ്ട്. യൂറോപ്യൻ ക്ലബ് ടെക്സിലാട്ടോ നീക്കോ വില്യംസ് വരാൻ സാധ്യതയുണ്ട്, റാഷ്ഫോർഡ് വരാൻ സാധ്യതയുണ്ട്, ലോ സ്ക്രീമറും ആക്സലറേഷൻ ബസ്റ്റും. പിന്നെ മിറ്റോമ അവൻ വരാൻ സാധ്യത, മൂവ്മെൻറ്റും ഡ്രിബ്ലിങ്ങും ആക്സലറേഷൻ ബസ്റ്റും. അത് ഉറപ്പില്ല കേട്ടോ, ഞാൻ ആദ്യം പറയണേ, നിങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട, വന്നാൽ വന്നു, അത്രേ ഉള്ളൂ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വരാൻ സാധ്യതയുണ്ട്. നമ്മളെ ചാൻസ് ഡീൽസ് ഉണ്ട് 30 സെലക്ഷൻ കോൺട്രാക്റ്റ് വരാൻ സാധ്യതയുണ്ട് ഗൈസ്. ഈ സ്യൂബിയം, തിയറി, ഹെൻറി, റൊണാൾഡിനോ, ബെക്കംബോർ, ലാമിൻ യമാൽ ഇതൊക്കെ 30 ഫ്രീ സ്പിന്നായിട്ട് വരാനും സാധ്യതയുണ്ട്. ഒരു സെലക്ഷൻ കോൺട്രാക്റ്റും ഉറപ്പില്ല, വന്നാൽ പൊളി, അത്രേ ഉള്ളൂ. പിന്നെ അത് ഇനി വരാൻ ഇനി ഇതിലോട്ട് ആഡാക്കാനുള്ള എപ്പിക്സാണ് ഇതൊക്കെ കേട്ടോ. സിഡാനെ ആഡാക്കിയതല്ലേ, സിഡാനെ വന്നാൽ തോന്നുന്നു, സിഡാനെ വരാണ്ടാവുന്ന വേറൊന്നും വരാണ്ടാവും. ചിലപ്പോൾ ഫ്രാൻസിൻ്റെ ആടെ നമുക്ക് വന്നിട്ട് റയൽ മാഡ്രിഡിൻ്റെ ആയിട്ടാണ് വന്നിട്ടുണ്ട് ഓർമ്മയിൽ. പിന്നെ ഗറിഞ്ച പറഞ്ഞാൽ പെലേൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് വെക്കാൻ പറ്റിയൊരു കാർഡ് തന്നെയാണ് ഗറിഞ്ച പറഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ അന്നൊന്നും നമ്മൾ ജനിച്ചിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. എന്നാലും ഒന്നിതരം വെച്ച് കണ്ടിട്ടില്ലെങ്കിലും ഗറിഞ്ച വന്നാൽ വിളിക്കും. പിന്നെ റോബൻ ബയേണിൻ്റെ ആ കാലത്ത് അവൻ്റെ കളി ഒന്നും പറയാൻ ക്ലീൻ കേട്ടോ, നല്ല സെൻട്രൽ ഫോർവേഡ് പറഞ്ഞാൽ അങ്ങനെയാണ് റോബനൊക്കെ. ബയേണിൻ്റെ നല്ല കത്തി നിന്ന് ഇതേനു. പിന്നെ സെർജിയോ റാമോസ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയണത്. ബല്ലാക്ക്, മിറോസ്ലാവ് ക്ലോസ് വരാൻ സാധ്യതയുണ്ട്. ഡാനി ആൽവസ്, ലൂസിയോനെ അറിയില്ല, നമ്മളെ ബയേണിൻ്റെ സെൻറ്റർ ബാക്ക് വരുമോ, നല്ല കളി കാഴ്ച വെച്ചിരുന്നു. പിന്നെ ഗരാർ ലിവർപൂളിൻ്റെ ആണ്. ഇതാരാ ഷിറാർ, അതൊക്കെ ഒരു പ്ലെയറാണ് കേട്ടോ. നാനി റൈറ്റ് ബാക്ക്, നാനിയൊക്കെ വന്നാൽ പുളിക്കും. വിൻസെൻ്റ് കമ്പനി സെർജ് ഫാബ്രിഗാസ്. അപ്പോൾ നിങ്ങൾ കളിക്കും ഈ സെർജ് ഫാബ്രിഗാസ്, ഞാനിതെവിടെയോ കേട്ട് പരിചയമുള്ള പേരാണല്ലോ ഗൈസ്. നിങ്ങൾ വിചാരിച്ച ആൾ തന്നെയാണ്, നമ്മളെ കോച്ചായിട്ട് ഫ്രീ ആയിട്ട് തന്നില്ലേ ഓൻ തന്നെ കേട്ടോ.
പ്രകാശ്, പിന്നെ കോള്, അഷ്ലി കോള്, അബിദാൽ, സമ്മർ ഞാൻ പറഞ്ഞു, റോമൻ റിക്കൾമേ, ഗാരി ലിനേഗർ, ഡൊൽമേ, ഫാൾക്കോ, ഹാഗി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വരണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യുക. നല്ലൊരു പാക്ക് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. ഇതൊക്കെ അല്ല, ഇത് എല്ലാവരും കൂടി എന്നാലും വരില്ല, പക്ഷേ സ്പെഷ്യൽ 30th ആനിവേഴ്സറി ആയതുകൊണ്ടും പറയാൻ പറ്റില്ല. നാളെ പിന്നെ വലിയ അപ്ഡേറ്റ് ഒന്നും ആവില്ല, മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ സാധാരണ ടൈം. മെയിൻ അപ്ഡേറ്റ് ആണെന്നും ഇതിലും വന്നിട്ടില്ല. പിന്നെ ഇതാ വിക്ടർ വാൽഡേഴ്സ്, ഒരു ഗോൾ കീപ്പറിൻ്റെ കാർഡ് വരാൻ സാധ്യതയുണ്ട് വിക്ടർ വാൽഡേഴ്സിൻ്റെ. നല്ല കളിക്കണം ബാസൻ്റെ അതും കൂടി ആകുമ്പോൾ. പിന്നെ മറ്റേ പ്ലെയർ ഓഫ് ദി വീക്ക് എന്താ പറയുക, വേൾഡ് വൈഡ് പ്ലെയർ ഓഫ് ദി വീക്കിൽ പിന്നെ വരാൻ സാധ്യതയുള്ളത് ഇവരൊക്കെ ഉണ്ട്. റാഫീഞ്ഞ, അർദ ഗുള്ളർ, വിക്ടർ ബ്യോക്രസ്, മെത്തയോ പൊളിറ്റീനോ, റെഹുൽ മൊളീന, പിന്നെ ജെർമി ബോഗ. പിന്നെ യൂറോപ്യനിൽ നോക്കുകയാണെങ്കിൽ പിന്നെ ആരാരോ ഓരോ സാധ്യതയുള്ളത് ഇവരാണ്. ക്വിച്ച കവറഡ് സ്കേലിയ, പിന്നെ ഫെദറിക്കോ വാൽവെർദെ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിബോട്ട് കോർട്ടോയ്സ് എനിക്ക് തോന്നണത് എന്താരോ നമ്മളെ വാൽവെർഡെ ആദ്യത്തെ ഗോൾ അടിച്ചില്ലേ അതിന് അസിസ്റ്റ് കൊടുത്ത ആരാരോ കോർട്ടോയ്സാണ്. അത് നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഫസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവില്ല, പിന്നെ നിങ്ങൾക്കും കത്തിയത്. പിന്നെ അൽവാരസ് അത്ലറ്റിക്കോക്ക് വേണ്ടി നല്ലൊരു കളിയാണ് കാഴ്ചത്. ഗ്രീസ്മാനും റോഡ്രിയും ഒക്കെയാണ് പിന്നെ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പറയണത്. പിന്നെ ഇത് വന്നാൽ പൊളിക്കൂട്ടാ, റോബർട്ടോ കാർലോസും കസിയസും എഡ്ജിഡ് ക്രോസിങ് ആട്ടോ റോബർട്ടോ കാർലോസ് വരികയാണെങ്കിൽ വരിക. പിന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ബ്രസീലും റയൽ മാഡ്രിഡും ഒക്കെ ആവും ചെക്കൻ്റെ കാർഡ്. അത് രണ്ടുമല്ല കേട്ടോ, വേറെ ഏതാണ് ഗാവർ ബെഞ്ച് അങ്ങനെ ഏതൊരു ടീമിൻ്റെ ആണ് വരാൻ സാധ്യത എന്ന് പറയുന്നത്. 103 റേറ്റിംഗ് ആവാൻ സാധ്യത ആവാനേ. ഗൈസ് ഒന്നും പറയാനില്ല എനിക്കൊന്നും. ഇതൊക്കെ വന്നാലൊക്കെ പുള്ളി സാധനമാവും. ഞാൻ വേറൊരു കാര്യം കാണിച്ചുതരാം ഗൈസ്. ഞാനൊരു കാര്യം കാണിച്ചുതരാം. ഡെയിലി ഗെയിം അല്ല ഇവിടുന്ന് ഇപ്പോൾ സ്പിന്ന് ഞാനും കണ്ടല്ലോ. നമുക്ക് നോക്കാം, റൗണ്ടാവും ചിലപ്പോൾ. റൗണ്ട് തന്നെ ആവും ഗൈസ്, ആ റൗണ്ട് തന്നെ ആവും. ഞാൻ ഇറക്കിയിട്ടുണ്ടാവില്ല. ഇതാ ഞാനൊരു കാര്യം കാണിച്ചെടുത്താ ഗൈസ്, ഇത് നോക്കി നിങ്ങൾ. ഇത് സ്ക്രിപ്റ്റഡ് അല്ലേ ഡെയിലി ഗെയിം? ആരെങ്കിലും പറഞ്ഞത് ഇത് നോക്കി. ഇവനെ വെച്ച് ബാക്കി എല്ലാത്തിനും എനിക്ക് കിട്ടിയിട്ടാ. അതായത് നോക്കൂ, ഇവനെ വെച്ച് ബാക്കി എല്ലാത്തിനും ഞാൻ എടുത്ത്. എന്ത് പറയാനാ ഗൈസ്, ഭാഗ്യമില്ല. അല്ല ഭാഗ്യം ഉണ്ടെന്ന് പറയണേ. ഞാൻ റൗണ്ടിൽ സ്പിന്ന് ചെയ്തതല്ല എൻ്റെ ഓർമ്മയിൽ. അല്ലെങ്കിൽ എന്താ ഇപ്പം ഒന്ന് സ്പിൻ ചെയ്ത് വിടാം. ഞാൻ കിട്ടാനൊന്നും പോണില്ല നിനക്കറിയാലോ. റൗണ്ട് തന്നെയല്ലേ, വേറെ ഇങ്ങനെ മെല്ലെ പോയൊക്കെ റൗണ്ട് തന്നെയാണ് ഉറപ്പിച്ചോ. കറക്കിയതാണല്ലോ എൻ്റെ ഓർമ്മയിൽ. എന്തെങ്കിലും അവിടെ കിട്ടാനൊന്നും പോണില്ല, എനിക്ക് ഉറപ്പാണ്. ഏകദേശം ഉറപ്പിനും തന്നിട്ടില്ല കേട്ടോ കള്ളവളുമാർ. പിന്നെ മറ്റേ മാക്കലിസ്റ്റർ ഇതില്ലേ ഞാൻ പറഞ്ഞ ഇതിലൊക്കെ കേട്ടെ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇതിൻ്റെ നാളെ വരുന്ന കേട്ടോ. ഇതന്നെയാണ് കരുതുക നാളെ വരും, മറ്റന്നാളെ പിന്നെ അടുത്ത ആഴ്ച പുതിയത് വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടാനാണ് സാധ്യത. നമുക്കൊന്നും കിട്ടിയിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നമ്മൾ പോവാണ് എന്ന് ഞാൻ പറയില്ല കേട്ടോ, കാരണം വേറൊന്നുമല്ല, ഫോണിന് മുമ്പ് ചെറിയൊരു സംഭവമാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് നോക്കിയേക്കാം. റോഡ് 100 സബ്സ്ക്രൈബേഴ്സാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നമ്മൾ പോവാണ്. ടാറ്റാ.